ബേസിക്കലി ബസ് ആക്സിഡൻ്റ് ആയിരുന്നു. ബസ്സിൻ്റെ ബ്രേക്സ് ഫെയിലായി ആൻഡ് ബസ് ഹൈ സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്ത് ടേൺ ഓവറായി കഴിഞ്ഞിട്ട് ബേസിക്കലി മൾട്ടിപ്പിൾ ഒരു 35 പീപ്പിൾ ഉണ്ടായിരുന്നു ബസ്സിൽ. മൾട്ടിപ്പിൾ ആംബുലൻസസ് വന്ന് എല്ലാവരുടെയും ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി. എൻ്റെ മദറും ഫാദറും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു ആ ബസ്സിൽ. അവർ ബേസിക്കലി ഖത്തറിൽ നിന്ന് കെന്യയിൽ ഒരു 1 വീക്ക് ട്രിപ്പിന് പോയിരിക്കുമായിരുന്നു, ഒരു സഫാരി ട്രിപ്പിന്. അപ്പം എംബസി എല്ലാം ഇൻവോൾവ് ആയിട്ട് ഏതേത് ഹോസ്പിറ്റലാണ് പോയതെന്ന് നമുക്ക് 2-3 hours നിന്ന് മനസ്സിലാകാൻ പറ്റി. പക്ഷേ ബേസിക്കലി മമ്മീൻ്റെ കാര്യം അവർ കൺഫേം ആയിട്ട് പറയുന്നില്ല. മമ്മീനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് കുറേ നേരം പറയുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 12 hours മമ്മിയെ സ്റ്റിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി മമ്മി ഓൺ ദ സ്പോട്ട് തന്നെ ആണ് മരിച്ചതെന്നാണ് അവർക്ക് അറിയാമായിരുന്നു. അത് പറയാതിരിക്കുമായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് 2 hours മുമ്പേ ഞാൻ അറിയുന്നത്. ആൻഡ് ഇറ്റ്സ് എ റിയലി സർപ്രൈസ് ഷോക്കിലാണ് ഞാനിപ്പോഴും. എൻ്റെ ഫാദറും ബ്രദറും ഇപ്പോഴും അവിടെ രണ്ടുപേർക്കും ഫ്രാക്ചേഴ്സ് സഫർ ചെയ്തിട്ടുണ്ട്. ബ്രദറിനൊരു കോമ്പൗണ്ട് ഫ്രാക്ചർ ക്ലാവിക്കിൾ, അതിന് പ്ലേറ്റിംഗ് സർജറി വേണം വിതിൻ 1 or 2 weeks. അപ്പം അവൻ അവിടുന്ന് കെന്യ വിട്ട് ഹി ഹാസ് ടു ഗോ ബാക്ക് ടു ഖത്താർ അല്ലെങ്കിൽ ഇന്ത്യ വന്നിട്ട് ചെയ്യുന്ന ഒരു ബെറ്റർ സ്കോപ്പ്. ഫാദറിനും ഒരു റിസ്റ്റ് ഫ്രാക്ചറുണ്ട്. ഓൾസോ ഫാദർ വീൽ ചെയറിൽ, അത് കഴിഞ്ഞ് ബാക്ക് പെയിൻ കൊണ്ട് നടക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അവരിനെ രണ്ടുപേരിനെ ഇപ്പോൾ ഇച്ചിരി കൂടെ സ്റ്റേബിലൈസ് ചെയ്യുക. എൻ്റെ ഫാദറിൻ്റെ എൽഡർ ബ്രദർ എമർജൻസി വിസ എംബസി വഴി എടുത്തിട്ട് ഇന്ന് രാത്രി ഫ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ 8 o'clock മോർണിംഗിനെത്തും. ആൻഡ് ദെൻ മമ്മീൻ്റെ ബോഡി ആണെങ്കിൽ അവർ എയർലിഫ്റ്റ് ചെയ്ത് നൈറോബി കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത പ്ലാൻസ് എൻ്റെ വലിയപ്പ വന്ന് കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യുമെന്നായിരിക്കും. എന്താണ് ബേസിക്കലി അവിടെ എംബസിയിൽ നിന്ന് നല്ല ഹെൽപ്പ് വന്നിട്ടുണ്ട്. അവർ കോണ്ടാക്ട്സ് ഉണ്ട്. പിന്നെ പപ്പയും മമ്മിയും കെന്യയിലും ഖത്താറിലെ എംബസി ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. പിന്നെ അവിടെ പപ്പയും മമ്മിയും ഭയങ്കര ആക്റ്റീവ് മർത്തോമ ചർച്ച് ഖത്തറിലെയാണ്. അപ്പം അവിടുത്തെ കുറേ ഹെൽപ്പ് അവിടെ നിന്നും അവർക്ക് ലോക്കൽ ഹെൽപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അവരുടെ ഫോണും പാസ്പോർട്ട്സും ഡോക്യുമെൻറ്റ്സും എല്ലാം ക്രാഷ് സൈറ്റിലായിരുന്നു. അപ്പം പോലീസിൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഡോക്യുമെൻറ്റ്സൊക്കെ. അതുകൊണ്ട് അവരെ വിളിക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ഹോസ്പിറ്റലിൽ കൂടെ വിളിക്കേണ്ട. ആദ്യം നമ്മൾ കുറേ ഹോസ്പിറ്റൽസിനെ ട്രൈ ചെയ്തു ആക്സിഡൻറ്റ് സൈറ്റിൻ്റെ അറൗണ്ട്, എന്നിട്ടാണ് നമുക്ക് ആക്ച്വലി ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പം എൻ്റെ ഫാദറിനോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എൻ്റെ ബ്രദറിനറിയാം. ബ്രദറിന് CT സ്കാനൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്തോ ചെയ്യേണ്ടതെന്ന്. അതാണ് സിറ്റുവേഷൻ. മീൻസ് പപ്പയും മമ്മിയും ഞാനും എല്ലാം വളർന്ന ഖത്തറിൽ. ലാസ്റ്റ് ഒരു 20-30 years ഖത്തറിൽ തന്നെയാണ്. മമ്മിയാണെങ്കിൽ ഹോപ്പ് സ്കൂൾ എന്ന് പറഞ്ഞ ഹോപ്പ് ഖത്താർ സ്കൂളാണ് ഖത്തറിൽ. അവിടെ മമ്മി ആക്ച്വലി എൻജിനീയറാണ്. പക്ഷേ ഷീ വാസ് എ സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേറ്റർ. സ്പെഷ്യൽ നീഡ്സ്, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ഉള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന മമ്മിക്ക് മൾട്ടിപ്പിൾ അവാർഡ്സൊക്കെ ഖത്തർ ഗവൺമെൻറ് മോദിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഷീ വാസ് വെരി വെരി ഹ്യൂമാനിറ്റേറിയൻ പേഴ്സൺ. ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ഷോക്കാണ്. ആൻഡ് ഇതാണ് ബ്രദർ. എൻ്റെ ഫാദറിൻ്റെ എൽഡർ ബ്രദർ ഇപ്പം അത് എമർജൻസി വിസ വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കെന്യയിലോട്ട് ഹെൽപ്പ് ചെയ്യാൻ സിറ്റുവേഷൻ. ഇപ്പോൾ ഓവറോൾ സ്റ്റേബിളാണ്. ലൈഫ് ത്രെറ്റനിങ് ഒന്നുമില്ല. പക്ഷേ ഫ്രാക്ചേഴ്സ് ആണ് മെയിൻലി. ഫ്രാക്ചേഴ്സ്, ബ്രൂസസ്. പപ്പയ്ക്കൊരു കൺകഷൻ ഉണ്ടായിട്ടുണ്ട്. പപ്പ ആദ്യം പോയ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ആക്കിയില്ല. അവർ ജസ്റ്റ് ഒരു സ്ലിങ് ഇട്ടിട്ട് അവരങ്ങ് ഡിസ്ചാർജ് ചെയ്തു. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ആകത്തില്ല, ഹോട്ടലിലോട്ടാണ് പപ്പയെ വിട്ടത്. അപ്പം
അത് കഴിഞ്ഞിട്ട് അവർ CT സ്കാൻ ഹെഡൊന്നും ചെയ്തില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ. അപ്പം പപ്പ ഇപ്പോൾ തിരിച്ച് എൻ്റെ അനിയൻ്റെ സെയിം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പം അവർ രണ്ടുപേരും സെയിം ഇതില്ല. അപ്പം ഇപ്പം പപ്പ ഇച്ചും കൂടെ സ്റ്റേബിലൈസ് ആവുന്നുണ്ട്. അത് ഇനി ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ എൽഡർ ബ്രദർ ഇപ്പം എയർപോർട്ടിൽ ചെന്നിട്ട് ബോഡി ക്ലെയിം ചെയ്ത് ഇനി അടുത്ത ഇങ്ങോട്ട് ആദ്യം ചിലപ്പോൾ ഖത്തറിലായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് കേരളയിലോട്ട് വരുന്നത്. മമ്മീൻ്റെ എൻ്റെ അമ്മച്ചി ഇപ്പോഴും ഉണ്ട് ട്രിവാൻഡ്രത്ത്. പുള്ളിക്കാരിനോട് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുള്ളിക്കാരിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം ഈ ന്യൂസ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹാർഡ് ഫോർ ഹെർ ടു ബെയർ. ഇതാണ് സിറ്റുവേഷൻ.